BBC-യുടെ ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ളത്. അത് നമ്മുടെ രാജ്യത്തെ ആദായനികുതി വകുപ്പിൻ്റെ തുടർച്ചയായ പകപോക്കൽ നടപടികൾ കാരണമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ BBC നിർബന്ധമായത് എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലോകത്ത് സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടി എക്കാലവും ശ്രമിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ് ഇത് വലിയ തോതിൽ കണ്ടിരുന്നത്. ഇപ്പോൾ BJP ഗവൺമെൻറ്റും അതേ രീതി അതിശക്തമായിട്ടാണ് പിന്തുടരുന്നത്. അപ്പോൾ അനുസരണയോടെ മുട്ടിലഴയുന്ന മാധ്യമങ്ങളെയാണ് അവർക്ക് ആവശ്യം. ഭീഷണിപ്പെടുത്തിയും വരുതിയിൽ ആകുന്നില്ലെങ്കിൽ അവയെ ഇല്ലാതാക്കുക എന്നതാണ് ഇത്തരം ഭരണകൂടങ്ങളുടെ പൊതുവായ നയം. BBC വിഷയത്തിലും അതാണ് കണ്ടത്. അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിലും BBC-യുടെ ഉത്തരവാദപ്പെട്ടവർക്ക് ഇവിടെ വലിയ ദുരനുഭവങ്ങൾക്ക് ഇരയാകുന്നതിന് വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായി എന്നതൊക്കെ ആ കാലത്ത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ അന്ന് ഗുജറാളായിരുന്നു വകുപ്പ് കൈകാര്യം ചെയ്തതുകൊണ്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയില്ല. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയതൊക്കെ പഴയ കഥകളിൽപ്പെട്ടതാണല്ലോ. ഏതായാലും BJP സർക്കാർ ഇപ്പോൾ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് തുടർച്ചയായി താഴോട്ടാണ് പോകുന്നത്. പാരീസ് ആസ്ഥാനമായുള്ള റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിൻ്റെ 2023 റിപ്പോർട്ട് അനുസരിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ റാങ്ക് 180 രാജ്യങ്ങളിൽ, നേരത്തെ 150-ലായിരുന്നു, ഇപ്പോൾ അത് 161-ലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവയെ നല്ലതുപോലെ താലോലിക്കും. പക്ഷേ നിർഭയത്തോടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട്. അവയെ അടിച്ചമർത്തുന്ന നിലയാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. സംഘപരിവാറിന് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തനം, ആ മാധ്യമപ്രവർത്തകരെ കയ്യൂക്ക് ഉപയോഗിച്ച് വേട്ടയാടുന്നതും നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലും ചില മാധ്യമങ്ങൾക്ക് ഈ തരത്തിലുള്ള വേട്ടയാടൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായ ഒരു അനുഭവം പരിശോധിച്ചാൽ 2020 ജനുവരി മാസത്തിൽ ഡൽഹിയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപം, അത് റിപ്പോർട്ട് ചെയ്ത 2 ചാനലുകൾ അവരുടെ ലൈസൻസ് എടുത്തു കളയുന്ന സ്ഥിതിയുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാലോ. ഇതിൽ ഒരു ചാനൽ അവരുടെ ഡൽഹി ബ്യൂറോയിലെ റിപ്പോർട്ടറെ ബലി കൊടുത്തുകൊണ്ട് കേന്ദ്ര ഭരണകൂടത്തിനും സംഘപരിവാറിനും മുന്നിൽ നട്ടെല്ല് വളച്ചു മാപ്പ് പറയുന്ന അവസ്ഥയുണ്ടായി. രണ്ടാമത്തെ ചാനൽ സുപ്രീം കോടതി വരെ ഇതുമായി ബന്ധപ്പെട്ട് പൊരുതി. സുപ്രീം കോടതി ഇടപെട്ട് ലൈസൻസ്
പുനഃസ്ഥാപിക്കുന്ന നിലയുണ്ടായി. ഈ വിഷയത്തിൽ നമ്മുടെ മാധ്യമ സഹോദര സ്ഥാപനങ്ങളാണല്ലോ ഇത്തരം നടപടികൾ വന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏതിനൊക്കെ കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. 2022 ജൂലൈ 4 കോഴിക്കോട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ ചില മലയാളി മാധ്യമ സ്ഥാപന മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. അത് ചിലരെ മാത്രമാണ് വിളിച്ചത്. അപ്പോൾ അത് വിമർശിക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞത് മാധ്യമ വ്യവസായത്തിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിനായിരുന്നു ഈ യോഗമെന്നാണ്. അത് അങ്ങനെ റിപ്പോർട്ട് നൽകിയത് ഇതിൽ പങ്കെടുത്ത ചില മാധ്യമങ്ങൾ തന്നെയാണ്. പക്ഷേ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു. അപ്പോൾ അവിടെ സർക്കാർ കൊടുത്ത മറുപടി വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് അവബോധം നൽകാനാണ് യോഗം വിളിച്ചത് എന്നാണ്. ഇത് അനുരാഗ് താക്കൂർ തന്നെ കൊടുത്ത മറുപടിയാണ്. അപ്പോൾ BJP ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുകയാണ്. സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ സ്തുതിപാഠകരായി മാറാത്ത എല്ലാ മാധ്യമങ്ങളെയും വേട്ടയാടുന്നത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് BBC-യുടെ അനുഭവം ഓർമ്മപ്പെടുത്തുന്നത്. വിപുലമായ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായി അവരുടെ അനുഭവത്തിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഇതാണ് പൊതുവെ പറയാനുള്ള കാര്യം.